ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. ഇവിടെ നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ മാറി, അത്യാവശ്യം വെയിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫ്ലൈറ്റ് മുകളിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഒരു മുഴക്കം കേൾക്കുന്നത്. നടക്കാൻ എൻ്റെ കൂടെ ദേവുട്ടി ഉണ്ട് കേട്ടോ. അവൾ നടക്കുകയല്ല, അവൾക്ക് കഴിഞ്ഞ ദിവസം നമ്മളൊരു സൈക്കിൾ വാങ്ങി. സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ യൂഷ്വലി കാണുന്ന സൈക്കിളല്ല കേട്ടോ. ഇവിടെ ഒരു 2 വീലിൻ്റെ സൈക്കിൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. വലിയ ആളുകളൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനെയാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ഇലക്ട്രിക്കും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ നമ്മൾ ചവിട്ടി പോകുന്നതും ഉണ്ട്. പക്ഷെ പെഡലല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് പോകുന്ന ടൈപ്പ്. ഇതാണ് കേട്ടോ സംഭവം. അവളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അവൾക്ക് സൈക്കിൾ ബാലൻസ് ഒന്നുമില്ല, സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അപ്പോൾ ഓടിക്കാൻ വേണ്ടി മെല്ലെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സൈക്കിളെന്നും സ്കൂട്ടറെന്നും ഒക്കെ പറയാം കേട്ടോ. അതിൻ്റെ മുകളിൽ സ്കൂട്ടറിന് എഴുതിയിരിക്കുന്നത്. സ്കൂട്ടറാണോ ചോദിച്ചാൽ സ്കൂട്ടറായിട്ടും പറയാം, സൈക്കിളായിട്ടും പറയാം. അപ്പോൾ നമ്മളിവിടെ വലിയ ആളുകളും അങ്ങനത്തെ സ്കൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇലക്ട്രിക് ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ആക്സിലേറ്ററും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആ ടൈപ്പ് സ്കൂട്ടറും ഇവിടെ ഒരുപാടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുക്കണം. നമുക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കതിലും കുറച്ച് ദൂരം വരെ പോവാം. അത് കഴിഞ്ഞ് നമ്മൾ ചവിട്ടി ഒരു കാലുകൊണ്ട് തള്ളി പോകുന്ന ടൈപ്പ് ഒരു വണ്ടിയാണത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ വഴികളിലൊന്നും ആരുമില്ല കേട്ടോ. യൂഷ്വലി ഇവിടെ എല്ലായ്പ്പോഴും ആൾക്കാരുണ്ടാവും. ഡോഗ്സിനെയൊക്കെ കൊണ്ട് നടക്കാൻ വേണ്ടി വരും ആളുകൾ. പക്ഷെ ഇന്ന് ആരുമില്ല കേട്ടോ. ദേവുട്ടി അവളുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, മെല്ലെ ശരിയാവും. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ പഠിച്ചത്. അവൾ നന്നായി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഓടിക്കാൻ. പക്ഷെ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ശരിയാവുന്നില്ല. ശരിയായിക്കോളും, മെല്ലെ ഓക്കെ ആവും. മോർണിംഗ് കുറേ സമയം ഓടിച്ചു. ഇപ്പോൾ ഈവനിങ് ഏകദേശം ഇവിടുത്തെ സമയം ഏകദേശം 6 മണിയായി. ഈവനിങ് 6 മണിക്ക് നിങ്ങൾ വെളിച്ചം കണ്ടോ? നല്ല വെളിച്ചമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 9 മണിയൊക്കെ ആയാൽ ഏകദേശം 8:30 8:45 സൺസെറ്റ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് കേട്ടോ. ഒരു 8 മണി വരെയൊക്കെ സുഖമായിട്ട് വെളിച്ചുണ്ടാവും ഇവിടെ. 8 മണി വരെ അല്ല, 8:45 വരെയും വെളിച്ചുണ്ട്. നമ്മുടെ അവിടെ ഒരു 6:45 സമയം ഒരു സമയത്തെ പോലെയാണ് ഇവിടെ 8:45 ഇപ്പോൾ. 8:45 പുറത്ത് ഏകദേശം സന്ധ്യ മയങ്ങുന്ന ആ ഒരു ഫീലേ ഉള്ളൂ. അങ്ങനെ 9 മണി ആയാലാണ് ഏകദേശം ഇരുട്ടൊന്ന് വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കേട്ടോ ഇവിടെ വെതർ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. ഞാൻ തണൽ നോക്കിയിരിക്കുകയാണ്. അവിടെയൊക്കെ നല്ല വെയിലാണ്. നമ്മുടെ തൊട്ടടുത്തൊക്കെ കുറച്ച് അപ്പുറത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെതറാണ് കേട്ടോ വൈകുന്നേരം 6 മണിക്ക്. അപ്പോൾ അതാണ് യൂറോപ്പിൻ്റെ നമ്മുടെ അവിടുത്തെ വെതറും ഇവിടുത്തെ ഒരു ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം ഏകദേശം ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു. ഇപ്പം എന്തായാലും അതൊന്നുമില്ല. ഏകദേശം വെടിനിർത്തൽ ആയ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നല്ല കാര്യമായി. പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തലിൻ്റെ കരാറൊക്കെ ലംഘിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഈ നേരം വരെയും പിന്നെ ഉണ്ടായിട്ടില്ല വെടിനിർത്തൽ. അത് പ്രാബല്യത്തിൽ വന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പാകിസ്ഥാൻ ആയത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പറഞ്ഞ വാക്കിന് വിലയില്ലാത്തൊരു രാഷ്ട്രമാണ്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഈ നേരത്ത് കഴിഞ്ഞ ദിവസമൊക്കെ ഈ നേരത്തൊക്കെ ഫയറിങ് ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ. അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘർഷം ഒരു പരിധി വരെ ഒഴിഞ്ഞെന്ന് വിശ്വസിക്കാം. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് കൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലും കൂടി സമാധാനപരമായ കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്തായാലും യുദ്ധം വേണ്ട. യുദ്ധം വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി ഒരുപാട് പേര് കൊതിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ചാനലിൻ്റെയൊക്കെ നമ്മൾ ലൈവ് കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെഷനൊക്കെ വരുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു യുദ്ധം വരട്ടെ, പാകിസ്ഥാനെ കയറി അടിക്ക്, നേരത്തെ കുത്തുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യുദ്ധം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ വളരെ മോശമായിരിക്കും. ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ഒരുപാട് ബാധിക്കും. അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കും.
നീണ്ടു നിൽക്കുകയാണെങ്കിൽ, യുദ്ധമൊക്കെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ വളരെ മോശമായിരിക്കും. ആ രാജ്യത്തെ സംബന്ധിച്ചുള്ള. ഇപ്പോൾ യുക്രൈനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യുക്രൈൻ്റെ ഒന്നും മേലെ കൂടി ഇപ്പോഴും ഒരു ഫ്ലൈറ്റ് പോലും നമുക്ക് ഫ്ലൈറ്റ് റഡാറിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഫ്ലൈറ്റ് പോകുന്നില്ല. ഫ്ലൈറ്റൊക്കെ പോകാണ്ടായി കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ആളുകൾ മാത്രമല്ല, അവൻ ചരക്ക് ഗതാഗതം പോലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങും. അതൊക്കെ മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളിലൊക്കെ വില ഉണ്ടല്ലോ. അതിപ്പോൾ ഫ്ലൈറ്റ് മാത്രമല്ല, ഒരു തരത്തിലുള്ള ഇതിനും നമുക്ക് മീൻസ് മൂവ്മെൻറ്റിനും ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റും ഒന്നും നടക്കില്ല. നടക്കാണ്ടായി കഴിഞ്ഞാൽ വിലക്കയറ്റം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പം നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 10-20 വർഷം പിന്നോട്ട് പോകും. യുദ്ധത്തിൻ്റെ എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു 10-20 വർഷം പിന്നോട്ട് പോകും. അപ്പോൾ ഇത്ര കാലം ഉണ്ടാക്കി വെച്ച ആ കാര്യങ്ങളെല്ലാം ഈ യുദ്ധത്തിന് വേണ്ടി നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മൊത്തത്തിൽ ബാധിക്കും. അത് പല രീതിയിൽ ബാധിക്കും. ഒരു രീതിയിലല്ല, ഒരുപാട് രീതിയിൽ ബാധിക്കും. ഒരുപാട് മേഖലകളെ ബാധിക്കും. അപ്പോൾ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. യുദ്ധം ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അടിച്ചു, നമ്മൾ റീറ്റാലിയേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇവിടെ പാകിസ്ഥാൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴും അവിടുത്തെ ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല. അതിരിക്കുന്നത് അവിടുത്തെ ആർമിയുടെ കയ്യിലും. ആർമിയാണെങ്കിൽ അവിടുത്തെ തീവ്രവാദ സംഘടനകളായിട്ട് ഭയങ്കര കണക്ഷനാണ്. സോ അവിടെയാണ് വിഷയം വരുന്നത്. എന്നിരുന്നാലും നോക്കാം, സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് വിശ്വസിക്കാം. പിന്നെ വേറെന്താ ഗൈസ്, വേറെന്താ പറയാം. പിന്നെ ഇപ്പോൾ ട്രിപ്പുകളൊന്നുമില്ല. കാരണം ഇപ്പോൾ വീണ്ടും എല്ലാവർക്കും വെക്കേഷൻസിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞു, ലീവുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിപ്സൊന്നുമില്ല. എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് എടുത്ത് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ട്രിപ്പുകൾ പോകുമ്പോൾ അതുപോലെ ട്രിപ്പിൻ്റെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക്സ് ഒന്നും ഇല്ല ലൈഫിൽ. അങ്ങനെ ഡെയിലി ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, അത്ര തന്നെ. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു, ബൈ.